ഇന്ന് ധന്വന്തരി ജയന്തി. പാലാഴി മഥന സമയത്ത് കയ്യിൽ അമൃത കുംഭവുമായി ഉയർന്നു വന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമായ ധന്വന്തരി ഭഗവാനാണ്. ചാന്ദ്രമാസമായ അശ്വതി മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ദിവസമാണ് ഭഗവാൻ ധന്വന്തരി ക്ഷീരസമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നത്. അതിനാൽ ഈ ദിവസം ധന്വന്തരി ജയന്തി, ധന്വന്തരി ത്രയോദശി, ധൻതേരസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ഭാരതമാകെ ദീപാവലി ആഘോഷിക്കുന്ന ആദ്യ ദിനമാണ് ധൻതേരസ്. മനുഷ്യരാശിയുടെ പുരോഗതിക്കും ആയുരാരോഗ്യത്തിനും രോഗപീഠകളിൽ നിന്ന് മുക്തി നേടാനുമുള്ള ആയുർവേദ ജ്ഞാനം പകർന്നു നൽകിയതുകൊണ്ട് ആയുർവേദത്തിന്റെ ദേവനായി ധന്വന്തരി മൂർത്തിയെ കണക്കാക്കുന്നു. ചതുർബാഹു രൂപത്തിലാണ് ധന്വന്തരി ഭഗവാനെ പൂജിക്കുന്നത്. ഭഗവാന്റെ 4 കൈകളിൽ ഓരോന്നിലും ശംഖ്, ചക്രം, ജളുകം, അമൃതകുംഭം എന്നിവയാണ് ഉള്ളത്. ഭഗവാന്റെ പൂജയ്ക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് കൃഷ്ണ തുളസിയാണ്. കൂടാതെ മന്ദാരവും ചെത്തിയും ഉപയോഗിക്കുന്നുണ്ട്. പാൽപായസവും കദളിപ്പഴവുമാണ് പ്രധാന നേദ്യങ്ങൾ. ധന്വന്തരി ഭഗവാനെ നിത്യവും ഭജിക്കുന്നത് സർവ്വരോഗശാന്തിക്കും സർവ്വ ഐശ്വര്യത്തിനും കാരണമാകുമെന്നാണ് വിശ്വാസം. ഇന്ന് ധന്വന്തരി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പൂജകളും വഴിപാടുകളും നടത്തുന്നതും ഉത്തമമാണ്. കേന്ദ്ര ആയുഷ് മന്ത്രാലയം 2016 ഒക്ടോബർ മുതൽ ഈ ദിനം ദേശീയ ആയുർവേദ ദിനമായി ആചരിക്കുന്നു. ഓം നമാമി ധന്വന്തരിനാദിദേവം സുരാസുരേ വന്ദിത പാദപത്മം ലോകേ ജരാരുക്മയ മൃത്യുനാശം ദാതാരമേഷാം വിവിധ ഔഷധീനാം.